പലരും വിചാരിക്കുന്നത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോഷൻ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ സത്യാവസ്ഥ അതല്ല. പ്രൊമോഷൻ കിട്ടാൻ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് ആരും കാണുന്നില്ലെങ്കിൽ ആ വാല്യൂ വെറുതെ പോകും. വിസിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ വിയർപ്പിന് ആരും വില തരില്ല. റിസൾട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് വിസിബിലിറ്റി ഈസ് ക്രൂഷ്യൽ. ഇതൊന്ന് ഓർത്തു വെച്ചോ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്ക്, വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഈ ഓഫീസിൽ മിണ്ടാതെ ഇരുന്ന് പണിയെടുക്കുന്നത് മെച്യൂരിറ്റിയാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ അത് മെച്യൂരിറ്റി അല്ല, അത് നിങ്ങളുടെ കരിയർ കില്ലറാണ്. ജോലി ചെയ്ത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് നല്ലൊരു ഹാബിറ്റ് അല്ല. അത് ലോകത്തെ അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറയുന്നത് ബഹളം വയ്ക്കാനോ ഷോ ഓഫ് കാണിക്കാനോ ഒന്നുമല്ല. പകരം നിങ്ങളുടെ ഇമ്പാക്റ്റ് അത് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രശ്നം എന്തായിരുന്നു, അതിന് നിങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു. ഇതാണ് ലീഡർഷിപ്പ് ലാംഗ്വേജ്. നിങ്ങളുടെ മാനേജ്മെൻറ്റിന് നിങ്ങളുടെ മൈൻഡ് വായിക്കാൻ പറ്റില്ല. അവർക്ക് കാര്യങ്ങൾ കാണണം, മനസ്സിലാക്കണം. അപ്പോഴേ അവർക്ക് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാനായി സാധിക്കൂ. അതുകൊണ്ട് ഇന്ന് സ്വയം ചോദിക്കൂ, നിങ്ങൾ സൈലൻ്റ്ലി വർക്ക് ചെയ്യുകയാണോ അതോ സ്ട്രാറ്റജിക്കലി വിസിബിൾ ആണോ? കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കൂ.